ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ ദാവീദിന്റെ ഇടയസഞ്ചിയിലെ 5 കല്ലുകളെക്കുറിച്ച്, 5 ആത്മീക ആയുധങ്ങളെക്കുറിച്ചാണ് നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആത്മീക ആയുധമായ പ്രാർത്ഥന നമ്മൾ ധ്യാനിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ആത്മീക ആയുധമായ അനുസരണത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ബാലനായ ദാവീദിനോട് അപ്പനായ യിശ്ശായി ആവശ്യപ്പെടുകയാണ്, ഒരു പറ മലരും 10 പാൽക്കട്ടയും 10 അപ്പവും എടുത്ത് അവന്റെ സഹോദരന്മാർ ഏലാ താഴ്വരയില് ഗത്യനായ ഗോലിയാത്തുമായിട്ടുള്ള യുദ്ധത്തിലായിരിക്കുന്നു. സഹോദരന്മാരെ കണ്ട് അവരുടെ ക്ഷേമം അന്വേഷിച്ച് ലക്ഷ്യവും വാങ്ങി വരുവാനായിട്ട് യിശ്ശായി ആവശ്യപ്പെടുകയാണ്. യിശ്ശായി ഈ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ദാവീദ് ഒരു എതിർപ്പും പറയുന്നില്ല. അവൻ അത് അങ്ങനെ തന്നെ അനുസരിക്കുന്നു. അപ്പന്റെ വാക്ക് അതുപോലെ അനുസരിക്കുകയും സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് മലരും അപ്പവും പാൽക്കട്ടയും ഒക്കെയായിട്ട് ദാവീദ് പുറപ്പെടുകയാണ്. ദാവീദ് പുറപ്പെടുന്നതിന് മുൻപ് ഒരു കാര്യം ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും. ദാവീദിന് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അവന് ആട്ടിടയനായിരുന്നു. അവന്റെ പക്കൽ കുറെ ആടുകൾ ഉണ്ടായിരുന്നു. അവൻ തന്റെ ഉത്തരവാദിത്വം മറക്കുന്നില്ല. തന്റെ ആടുകളെ കാവൽക്കാരെ ഏൽപ്പിച്ചിട്ടാണ് അവൻ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് പോകുന്നത്. ദാവീദിനോട് യിശ്ശായി ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. അവന്റെ സഹോദരന്മാരെ പോയി കണ്ട് ക്ഷേമം അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നു. ദാവീദ് ഒരു എതിർപ്പുമില്ലാതെ അനുസരിക്കുന്നു. അതുപോലെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് ചില കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെയാണെങ്കിൽ ഈ അനുസരണം എന്ന ഗുണം, ഈ ആത്മീക ആയുധം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം വിജയകരമായിട്ട് പൂർത്തിയാക്കുവാൻ അത് നമ്മെ സഹായിക്കും. ഈ ഒരു ആത്മീക ആയുധം നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാൻ, മൂർച്ച കൂട്ടിയെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.